ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി കനം കുറച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ നൈസാക്കണ്ട, എന്നാൽ നല്ല കനം കുറച്ചെടുക്കുക വേണം, ആ ഒരു രീതിയിൽ കേട്ടോ. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഒരു സവോള, മീഡിയം ടൈപ്പ് ഒരു സവോള, അങ്ങനെയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നോമ്പിൻ്റെ ടൈമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം കൊടുക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം കൂടി ഞാൻ അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതാകുമ്പോൾ വെജിറ്റബിൾസൊക്കെ ആണല്ലോ, ഒരുപാട് ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാനിപ്പോൾ വീറ്റ് ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ കനം കുറച്ച് സവോളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ചിലർക്ക് ഇത് റോ ആയിട്ട് കഴിക്കാൻ അത്ര ഇഷ്ടമായിരിക്കില്ല. എനിക്ക് അങ്ങനെ അത്ര റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല, പ്രത്യേകിച്ച് ഈ ക്യാപ്സിക്കൊക്കെ. അപ്പം ഞാൻ ലൈറ്റായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കുകയല്ല, ചെറുതായിട്ടൊന്ന് ആവി കയറ്റി, ഒരു ഹാഫ് കുക്ക് പോലെ. അപ്പോൾ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒരു മിനിറ്റ് നമുക്ക് ആ എണ്ണയിൽ ഒന്ന് വഴറ്റാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം കേട്ടോ, അത്രയേ ഉള്ളൂ. ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക, ഒരു 1-1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കൈ കൊണ്ടൊന്ന് തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒതുക്കി വെച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ഒരുപാടങ്ങ് വഴട്ടിയെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഹാഫ് കുക്ക് പോലെ അത്രയും മതിയാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ് കേട്ടോ. കുറച്ച് മതി, അളവ് ഒരുപാട് കൂട്ടണ്ട. നമുക്ക് സാൻഡ്വിച്ചൊക്കെ ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ലല്ലോ, അപ്പോൾ ഒരു ചെറിയൊരു എരിവ് അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം, അതില്ലെങ്കിൽ അതിൽ താഴെ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്രയും തന്നെ ചേർക്കണം എന്നില്ല, ഒരു സ്വല്പം, ഒരു 1/4 വലിയവർക്കൊക്കെ ആണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1-2 നുള്ള് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. ഈ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഈ ഒരു കപ്പിന് 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് ഗ്ലാസ് ആണോ കപ്പാണോ എന്തെടുക്കുകയാണോ അതിൻ്റെ സെയിം അളവായിരിക്കണം. ഇതിന് ഞാൻ 1/2 കപ്പ് പാലെടുക്കുകയാണെങ്കിൽ സെയിം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. 1/2 കപ്പ് പാലിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഈ പാലെന്ന് പറയുന്നത് ലൈറ്റ് പാലാണ് കേട്ടോ, കട്ടിപ്പാലല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ലൈറ്റ് പാലാണ്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ചൂട് അല്പം പോലും ഉണ്ടാവരുത്, സ്വല്പം പോലും ചൂട് ഇല്ലാത്ത പാലാണ് എടുക്കേണ്ടത്. തിളപ്പിച്ച് ആറിയ പാല്, ഒട്ടും ചൂടുണ്ടാവരുത്. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. വേറെ ഒരു എണ്ണയും യൂസ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ചെറിയ 2 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു നുള്ള് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് കുരുമുളക് പൊടിയും, അത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു മിക്സിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഓണാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ടൈം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ആ മിക്സിയുടെ സൗണ്ടിന് ചെറിയൊരു മാറ്റം വരും. ഇങ്ങനെ അടിഞ്ഞ് കറക്റ്റായിട്ട് വരുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്ത് വേണം നമ്മളിതിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ കറക്റ്റായിട്ട് തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുട്ട വെച്ചിട്ടൊക്കെ ചെയ്യുന്നതിന് പകരം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. പാലും അതുപോലെ തന്നെ ഓയിലും ആണല്ലോ, അപ്പോൾ ഓയിലാണ് നമ്മൾ ചേർക്കുന്നതെന്ന് അതിൻ്റെ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഇത് മൊത്തം നമ്മൾ ഒരാളല്ലല്ലോ കഴിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു അംശമല്ലേ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനങ്ങനെ വെച്ചിരുന്ന് യൂസ് ചെയ്യാറൊന്നുമില്ല, എപ്പോഴാണോ ഇതിൻ്റെ ആവശ്യം വരിക ആ സമയത്ത് ഉണ്ടാക്കി യൂസ് ചെയ്യുക.
ചെയ്യുക, അത്രേ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ 1-2 ദിവസം സ്റ്റോർ ചെയ്തൊന്നും വെക്കാറില്ല, കാരണം പാലൊക്കെ ആണല്ലോ നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാറില്ല. ആവശ്യമുള്ളപ്പോൾ എടുക്കുക, ഉണ്ടാക്കുക, യൂസ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മളിതിന് കുറേശ്ശെ മയോണൈസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് മയോണൈസ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. പാല് ഒട്ടും തന്നെ ചൂടുണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ പാല്, അതുപോലെ തന്നെ ലൈറ്റ് മിൽക്ക് എടുക്കുക, കട്ടിപ്പാൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ മോഡേണിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കട്ടിപ്പാൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്രീമി ആയിട്ട് കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ മിൽമയുടെ ലൈറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, തിക്കായിട്ടുള്ള പാലല്ല. അപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തു, ഓപ്ഷണലാണ്, ബട്ടർ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം. രണ്ടിലും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ചേർത്ത് ഒന്ന് ബട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് നമുക്ക് എത്രത്തോളം മയോണൈസ് ഇതിലേക്ക് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ അത് നന്നായിട്ട് പെരണ്ടിരിക്കുക വേണം, ആ ഒരു രീതിയിൽ എടുക്കുക. ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൂട്ട് എനിക്കൊരു 5 ബ്രെഡ് എടുക്കാനാണ് കിട്ടിയത്. അതായത് നമ്മളിപ്പോൾ ഒരു സെറ്റ് എടുക്കുമ്പോൾ 2 ബ്രെഡാണല്ലോ എടുക്കുക, അങ്ങനെ ഒരു 5 സെറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 മുതൽ ഒരു 6 വരെ സെറ്റ്, അത്യാവശ്യം നമ്മൾ ലിമിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 സെറ്റ് വരെ നമുക്ക് കിട്ടും, അതായത് 12 ബ്രെഡ്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ടൊമാറ്റോ കെച്ചപ്പ്. അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ആ ഒരു സോസും കൂടി ചേരുമ്പോൾ. എന്നിട്ട് പതുക്കെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് അമർത്തി പ്രസ് ചെയ്യരുത്, ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു കാണാനും ഒക്കെ നല്ല ഭംഗിയാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറേ നാൾ മുന്നേ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നോമ്പ് സമയമൊക്കെ അല്ലേ, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ വീണ്ടും ഇട്ടത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ വീറ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ചെയ്യരുത്, കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക. അപ്പോഴാണ് ഒരു ചെറിയ ചേഞ്ച് വരുന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വോയിസ് കൊടുക്കാം, നമ്മുടെ മിക്സി ഓൺ ആവുന്നതിൻ്റെ, അത് ഓഫ് ആവുന്നതിൻ്റെയും ആ ഒരു ടൈം ഞാൻ കൊടുക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ടൈം മനസ്സിലാവും. അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക, എന്നതിന് ശേഷം മാത്രമേ അത് ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുള്ളൂ. ഇൻ കേസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു ക്രീമി ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇട്ട് അടിക്കരുത്, അതങ്ങ് ലൂസായി പോകും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈറ്റ് പാല് തന്നെ എടുക്കുക കേട്ടോ, ഒരുപാട് കട്ടിപ്പാൽ എടുക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.